നമ്മുടെ ദുബായ് യാത്രയിൽ നമ്മൾ അടുത്തായി പോകുന്നത് സ്കീ ദുബായ് കാണുന്നതിന് വേണ്ടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളുകളിലൊന്നായ മാൾ ഓഫ് എമിറേറ്റ്സിൻ്റെ ഭാഗമാണിത്. ഏതാണ്ട് 22,500 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഇൻഡോർ സ്കീ ഏരിയയുള്ള ഒരു ഇൻഡോർ സ്കീ റിസോർട്ടാണ് സ്കീ ദുബായ്. വർഷം മുഴുവനും -1 മുതൽ 2 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇവിടുത്തെ താപനില നിലനിർത്തിയിരിക്കുന്നത്. മാൾ ഓഫ് എമിറേറ്റ്സിൻ്റെയും അത് നടത്തുന്ന മാജിദ് അൽ ഫുട്ടൈം ഗ്രൂപ്പുമാണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഓൺലൈൻ വഴിയാണ് ഇവിടുത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഞങ്ങൾ ചെന്ന ദിവസം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. കൂടാതെ ടിക്കറ്റുകളിലെ വിവിധ നിരക്കുകളും മറ്റും ഇവിടെയുള്ള ഡിജിറ്റൽ ബോർഡിൽ നമുക്ക് കാണാനും സാധിക്കും. നമ്മൾ ചെല്ലുമ്പോൾ എൻട്രൻസിൽ തന്നെ കൊച്ചുകുട്ടികളെല്ലാം നിരവധി ഗെയിമുകളും മറ്റും നടക്കുന്നുണ്ടായിരുന്നു. 225 ദിർഹംസാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ്. ഇവിടെ എൻട്രൻസിൽ തന്നെ നമ്മൾ റിസർവ് ചെയ്ത ടിക്കറ്റിൻ്റെ ഒരു പ്രിൻ്റഡ് ഫോം എടുക്കാൻ സാധിക്കും. ടിക്കറ്റിൻ്റെ റിസർവേഷൻ നമ്പർ മറ്റും കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നതാണ്. 2005 നവംബർ മാസമാണ് ഈ സ്കീ ദുബായ് ആരംഭിച്ചത്. ഇതിൻ്റെ അകത്ത് ഏതാണ്ട് 85 മീറ്റർ ഉയരമുള്ള ഒരു ഇൻഡോർ പർവ്വതമുണ്ട്. ഈ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നും നമുക്ക് സ്കീ ചെയ്തു വരാൻ സാധിക്കും. ഒരു ചെയർ ലിഫ്റ്റും ടോ ലിഫ്റ്റും സ്കിയർമാരെയും സ്നോ ബോർഡർമാരെയും പർവ്വതത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടുന്ന് അവർക്ക് സ്കീ ചെയ്ത് താഴേക്ക് പോരുന്നതിനും സാധിക്കും. ഞങ്ങൾക്ക് ഈ ചെയർ ലിഫ്റ്റിൽ കയറാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഭയങ്കര ക്യൂ ആയതുകൊണ്ട് ഞങ്ങളത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ആയിട്ട് പോവാം. ഈ രണ്ടെണ്ണം നമുക്ക് വൺസ് പോവാം. ഒറ്റത് പിന്നെ ഇതും ഹോട്ട് ചോക്ലേറ്റ്. ഈ അറ്റത്തേക്കുള്ളോ? ഇതില്ല, അടുത്തതില്ല. അടുത്തത്. ദുബായ് പോലെ ലോകത്തിലെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ നമ്മളിങ്ങനെ സീസൺ ടൈമുകളിൽ പോയാൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ഇതായിരിക്കും. എല്ലായിടത്തും നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ പല ആക്ടിവിറ്റികളിലും നമ്മൾക്ക് പങ്കെടുക്കാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ സമയം സ്പെൻഡ് ചെയ്യണം. ഇങ്ങനെ സ്കീ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഉപകരണങ്ങളും മറ്റും ടിക്കറ്റിനൊപ്പം നമ്മൾക്ക് ലഭിക്കും. അല്ലാതെ തന്നെ അവിടെ നിരവധി സ്റ്റോറുകളുമുണ്ട്. അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാനും സാധിക്കും. ഈജിപ്റ്റ്, ജർമ്മനി, ചൈന, സ്പെയിൻ, സ്കോട്ട്ലാൻഡ്, ന്യൂസിലാൻഡ്, നെതർലാൻഡ് എന്നിവിടങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട 10 ഇൻഡോർ സ്കീ റിസോർട്ടുകളിൽ ഒന്നായിട്ട് സ്കീ ദുബായിനെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഇവിടെ പെൻഗ്വിനുകളുമുണ്ട്. നമുക്ക് പെൻഗ്വിനുകളെല്ലാം വളരെ അടുത്ത് തന്നെ കാണാൻ സാധിക്കും. ഈ സ്കീ ദുബായിനോട് സമാനതയുള്ള ഒന്നാണ് നമ്മുടെ ഹൈദരാബാദിലുള്ള സ്നോ വേൾഡ്. സ്കീ ദുബായ് പോലെ അത്ര വിപുലമായിട്ടുള്ള ഒന്നല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒന്നാണ് സ്നോ വേൾഡും. സ്നോ വേൾഡിൻ്റെ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ സ്കീ സെൻ്ററായ ഹാർബിൻ ഇൻഡോർ സ്കീ സെൻ്ററിൻ്റെ ഡിസൈനറായ എയ്സർ സ്നോമെക്കാണ് സ്കീ ദുബായ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ പേറ്റൻറ്റ് നേടിയ സ്നോ നിർമ്മാണ സാങ്കേതികവിദ്യയും ഏസർ സ്നോമെക്ക് ഈ സെൻ്ററിന് നൽകുന്നുണ്ട്. സ്നോ പ്ലേ ഏരിയ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തിങ്ക്വെൽ ഗ്രൂപ്പാണ്. Yes, come. फोटोग्राफी में भी आने के लिए വീഡിയോ കേട്ടോ ഫുള്ള്.
ഒന്ന് കാണിച്ചു. ആ ഓക്കോ. They're also very sweet, as you can see Athena over there also bowing, always bowing her head and making a hissing and to their phone. And also romantic because of the way they propose, it's similar to you. അങ്ങനെ നമ്മൾ ഏതാണ്ട് 2 മണിക്കൂറോളം ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്ത ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത്. നമ്മൾക്ക് ഒരുപാട് നേരം ഇതിൻ്റെ ഉള്ളിൽ സമയം ചെലവഴിക്കാൻ സാധിക്കുകയില്ല. -ഡിഗ്രിയിലാണ് ഇവിടുത്തെ തണുപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് സ്കീ ദുബായിലെ വിശേഷങ്ങളും കാഴ്ചകളും. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ദുബായ് ട്രിപ്പിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ഞാനൊരു പ്ലേലിസ്റ്റാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കതെല്ലാം കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.